ക്രെഡിറ്റ് കാർഡില്ലേ, അത് അപകടമാണ്. ഉപയോഗിക്കാൻ അറിയാത്തവൻ അത് ഉപയോഗിച്ചാൽ, ഉപയോഗമില്ലാത്തവൻ അത് എടുത്താൽ. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ATM കാർഡില്ലേ, ഡെബിറ്റ് കാർഡുകൾ, അതിലും അധികം ഉപയോഗമാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ലാഭമാണെന്ന് തന്നെ പറയാം. നമസ്കാരം, ഞാൻ അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. എന്താണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ, നമ്മളത് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ പൂർണ്ണമായിട്ടും ഒന്ന് കേട്ടോളൂ, ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റും. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡുകൾ? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി ബാങ്കുകളോ ക്രെഡിറ്റ് യൂണിയനുകളോ ഉപഭോക്താവിന് അനുവദിച്ച് നൽകുന്ന പേയ്മെന്റ് കാർഡുകളാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ. നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഉണ്ടാവും ഏകദേശം കാണാൻ. ഇതിന്റെ മുകളിൽ യുണീക്ക് നമ്പേഴ്സ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാവും, CVV നമ്പർ ഉണ്ടാവും. ഇതിലൊന്നുപോലും ആര് ചോദിച്ചാലും വിളിച്ചു ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന പേയ്മെന്റ് കാർഡുകൾ കൊണ്ട് എന്താണ് ഉപയോഗമുള്ളത്? മനസ്സിലാവുന്നത് പോലെ പറയാം. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലുള്ള ഫോണൊന്ന് വീണ് പൊട്ടുകയാണ്. എനിക്ക് ഫോൺ മാറ്റണം, കാരണം എൻ്റെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം ഈ ഫോണിലാണുള്ളത്, അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങളെല്ലാം ഈ ഫോണിലാണുള്ളത്. മാറ്റിയേ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ മാറ്റണം. പക്ഷെ പെട്ടെന്ന് എൻ്റെ കയ്യിലെടുക്കാൻ പണമല്ല. 1-2 ആഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പണം ഒന്ന് മറിഞ്ഞു കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഒരു കുറി കിട്ടാനുണ്ട്, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി കടം ചോദിക്കും. പക്ഷെ കടം ചോദിച്ച് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ ആദ്യം ഫോൺ വീണ് പൊട്ടിയ കഥ തൊട്ട് എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. എന്നെനിക്ക് പണം തിരിച്ചു കിട്ടും, എന്ന് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന കാര്യവും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പണം മേടിക്കണം. 100,000 ചോദ്യങ്ങൾ ഉണ്ടാവും, 100,000 ഫോൺ വിളികൾ ഉണ്ടാവും, ഒരുപാട് കൺവിൻസിങ് ഉണ്ടാവും. നല്ല ബുദ്ധിമുട്ടാണ്. മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കാം ഒരു പക്ഷേ കടം പോലും തരുന്നത്. സാമാന്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരു 15,000 20,000 രൂപയുടെ ഫോണെങ്കിലും വേണം. എന്നാൽ ഈ സമയത്ത് ഒരു ചോദ്യവും നമ്മളോട് ചോദിക്കാതെ നമുക്ക് വേണ്ടി പണം അടയ്ക്കാൻ ആരെങ്കിലും തയ്യാറായാലോ? 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ പലിശ ഒന്നും കൊടുക്കണ്ട, ഒരു ചോദ്യവും നമ്മളോട് ചോദിക്കില്ല. ഇതാണ് ശരിക്കും ക്രെഡിറ്റ് കാർഡുകൾ വഴി സംഭവിക്കുന്നത്. അതായത് സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ പണം കൊടുത്തോ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണമാണ് നമ്മൾ മേടിക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ ക്രെഡിറ്റ് കാർഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരിൽ ബാങ്കുകളോ യൂണിയനുകളോ ആദ്യം തന്നെ ആ പണം അടയ്ക്കുന്നതാണ്. നമ്മൾ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ആ പണം പലിശയില്ലാതെ തിരിച്ചടച്ചാൽ മതി. ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ കരുതുന്നത്, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഇനി ഫോണല്ല കമ്പ്യൂട്ടർ വീണ് പൊട്ടിയാലും മറ്റെന്ത് സംഭവിച്ചാലും എൻ്റെ ബാങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണമുണ്ട്, അപ്പം ഞാൻ എന്തിനാണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള സംശയമാണ്. അതുപോലെ തന്നെ പണമില്ലാത്ത ആളാണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് എന്നൊരു ധാരണയും ചില ആളുകൾക്കെല്ലാം ഉണ്ട്. എന്നാൽ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആര് പോയി ചോദിച്ചാലും തരുന്നൊരു സാധനമല്ല. ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് അനുവദിച്ച് കിട്ടണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം. സത്യം പറയുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് പണം വേണം എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ക്രെഡിറ്റ് സ്കോറുകൾ പരിഗണിച്ചാണ് പല സമയത്തും ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കാറുള്ളത്. അതിൻ്റെ എത്രത്തോളം പണം നമുക്ക് ഉപയോഗിക്കാം, ഏത് തരത്തിലുള്ള കാർഡാണ് ഒരു ഉപഭോക്താവിന് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സ്കോറിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഞാൻ മുകളിൽ പറഞ്ഞതാണല്ലോ, നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് വേണ്ടി പണം അടയ്ക്കുന്നത് ബാങ്കുകളാണ്, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ആളാണ്. അങ്ങനെ അടയ്ക്കുമ്പോൾ നമ്മുടെ മേലിൽ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ. നമ്മുടെ ടാക്സ് റിട്ടേൺ, നമ്മുടെ ശമ്പളം, നമ്മുടെ മുൻകാല ലോൺ തിരിച്ചടവുകൾ, ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കും. കാരണം നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തരികയാണ്, നമുക്ക് വേണ്ടി ബാങ്കുകൾ പണം അടയ്ക്കുകയാണ്, അപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കും എന്നൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാവണം. സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു വരുമാനം വന്ന് ടാക്സ് റിട്ടേൺ വർഷാവർഷവും അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് പണം കൊടുക്കാൻ ബാങ്കിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആളുടെ കയ്യിൽ പണമുണ്ട്, ആൾ എന്താണെങ്കിലും പണം അടയ്ക്കും എന്നവർക്കറിയാം. അതുപോലെ മുൻകാലങ്ങളിലെല്ലാം ലോണ് കൃത്യമായിട്ട് ഒരാൾ തിരിച്ചടച്ചിട്ടുണ്ട്. ആ ആളെ സംബന്ധിച്ചിടത്തോളം ലോണുകൾ തിരിച്ചടയ്ക്കുന്നത് അയാളുടെ ഒരു ശീലമാണ്, സാമ്പത്തിക അച്ചടക്കമുള്ള ആളാണ്. ആ ആൾ ഭാവിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം എടുത്തു കഴിഞ്ഞാലും പിന്നീട് തിരിച്ചടയ്ക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോൺ അടവ് തെറ്റിച്ച ഒരാൾക്ക് കാർഡ് കൊടുക്കുന്നതിലും ബാങ്കുകൾക്ക് വിശ്വാസം. കൃത്യമായി ഈ കാര്യങ്ങൾ പാലിക്കുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ലോൺ എടുക്കുന്ന സമയത്തെല്ലാം ക്രെഡിറ്റ് സ്കോറുകൾ പരിശോധിക്കാറില്ലേ? ഒരു 300 മുതൽ 900 വരെ നീണ്ടു കിടക്കുന്ന ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. നമ്മുടെ സ്കോർ എത്രയാണോ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ആണ് ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഏതാണ്ട് 300-400 ആണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഹൈ റിസ്ക് ആയിട്ടാണ് ബാങ്കുകൾ കണക്കാക്കുക. എന്നാൽ 750-ന് മുകളിലൊക്കെ ആണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി തിരിച്ചടയ്ക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ആ രീതിയിലാണ് ബാങ്കുകൾ കണക്കാക്കുക.
പിന്നെ കൃത്യമായിട്ട് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരാൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ ഇപ്പോൾ എന്താണ് ഉപയോഗം? ആളുടെ കയ്യിൽ എന്താണെങ്കിലും പണം ഉണ്ടല്ലോ. അങ്ങനെ മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് വിചാരിക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ആ പണം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചടച്ചാൽ മതി. അത് സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിലും അതിന് ഇൻട്രസ്റ്റ് എങ്കിലും നമുക്ക് ലാഭമായിട്ട് കിട്ടുമല്ലോ. രണ്ടാമത്തെ കാര്യം, ഡെബിറ്റ് കാർഡുകളെ, നമ്മുടെ ATM കാർഡുകളെല്ലാം അപേക്ഷിച്ച് ക്രെഡിറ്റ് കാർഡുകൾക്ക് റിസ്ക് കുറവാണ് എന്ന് പറയാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈൻ വഴി ധാരാളം പണത്തട്ടിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഡെബിറ്റ് കാർഡ് വഴിയാണ് തട്ടിപ്പ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിച്ചെടുക്കുന്നത്. അതേസമയം ക്രെഡിറ്റ് കാർഡുകളാണ് തട്ടിപ്പിന് ഇരയാവുന്നത് എങ്കിൽ ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്ന എൻറ്റിറ്റിയുടെ കയ്യിൽ നിന്നുമാണ് പണം പോകുന്നത്. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0 ലയബിലിറ്റി ആണുള്ളത്. എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം നഷ്ടപ്പെട്ടു, അത് ഫ്രോഡാണ് എന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കുകയാണ്. 3 ദിവസത്തിനുള്ളിൽ ഞാൻ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലയബിലിറ്റി പൂർണ്ണമായിട്ടും നമുക്ക് ആരാണോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനി ഏറ്റെടുക്കുന്നതാണ്. അത് മാത്രമല്ല, ഇവരുടെ കയ്യിൽ നിന്നുമാണ് പണം പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ് റിവാർഡുകൾ. പണം കയ്യിലുണ്ടെങ്കിലും പല ആളുകളും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മാത്രമേ പർച്ചേസ് ചെയ്യൂ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ അത്രയും പണം ഒരു മാസത്തേക്ക് കിടക്കുകയാണ്. അത് കൂടാതെ ധാരാളം റിവാർഡുകൾ ഓരോ പർച്ചേസിനും കിട്ടുന്നതാണ്. ഇങ്ങനെ കുറച്ചധികം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവാർഡുകൾ ഉപയോഗിച്ച് വലിയ വലിയ സാധനങ്ങൾ സൗജന്യമായി തന്നെ പലപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓൺലൈൻ വഴി ഫോണുകളെല്ലാം വാങ്ങിയിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ച് ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും 5%, 10% ഇന്ന ക്രെഡിറ്റ് കാർഡുകൾ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത്തരം ക്യാഷ് ബാക്കുകളും ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്. പിന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാം. ചിലതിൻ്റെ ലിമിറ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ ആനുവൽ ഫീസും കൂടുതലായിരിക്കും. എങ്കിലും അതിൻ്റെ ഓഫറുകളും പലപ്പോഴും വ്യത്യസ്തമാണ്. അതായത് എയർപോർട്ടിൻ്റെ ലക്ഷറി ലോഞ്ചുകളിൽ വർഷവും ഇത്ര തവണ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാൻ 2 രൂപയൊക്കെ കൊടുത്താൽ മതി. ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നിരന്തരമായി ഫ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ലോഞ്ചുകൾ, ലക്ഷറി ലോഞ്ചുകൾ 2 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിച്ച് കുറേ അധികം സമയം ചിലവഴിച്ച് അവിടെ നിൽക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ മൂവി ടിക്കറ്റ്സ്, ഓരോ മാസവും 2 ടിക്കറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ചില ക്രെഡിറ്റ് കാർഡുകളുണ്ട്. 1 വാങ്ങിയാൽ ഒരു മൂവി ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന, റിവാർഡ് പോയിന്റ്സ് കിട്ടുന്ന രീതിയിലുള്ള ഓഫറുകളുള്ള ക്രെഡിറ്റ് കാർഡുകളും കാണാറുണ്ട്. പിന്നെ റിവാർഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല. ധാരാളം റിവാർഡുകളുള്ള നിരവധി കമ്പനികളുടെ കാർഡുകളുണ്ട്. പക്ഷേ ഒരുപാട് റിവാർഡുള്ള കാർഡുകൾ എടുക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ കാര്യങ്ങൾ പറയാം. 4ാമത്തെ ബെനിഫിറ്റ് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാം ATM കാർഡിൽ പോലും ഇപ്പോൾ ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡുകളിൽ നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ കാണാറുണ്ട്. ഓരോ കാർഡുകൾക്കനുസരിച്ച് ഇത് മാറുന്നതാണ്. കൃത്യമായിട്ട് വായിച്ചു നോക്കി ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ആ ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഇത്രയേറെ ഗുണങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉണ്ടെങ്കിലും പല ദോഷങ്ങളും അതിനുണ്ട്. അതിൻ്റെ പ്രധാന പ്രശ്നം, ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകളുള്ള ആളുകൾക്ക് ഡേറ്റുകൾ മറന്നു പോകുന്നതാണ്. ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് ധാരാളം പണം ഇങ്ങനെ തിരിമറിയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാൻ അറിവുള്ള ആളുകളുണ്ടാവും. അവർക്ക് പറ്റുന്നത് പല സമയത്തും അവർ ഡേറ്റ് മറന്നു പോകും. ഡേറ്റ് മറന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് പലിശയില്ലാതെയാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങാനുള്ള പണം കിട്ടുന്നത്. ഈ സമയത്ത് നമ്മൾ ഡേറ്റ് മറന്നു പോയാൽ ലോൺ എടുക്കുന്നതിലും അധികം പലിശയാണ്. ഏതാണ്ട് ബ്ലേഡ് വലിച്ചാന്നൊക്കെ പറയാം. ആ രീതിയിൽ തന്നെയാണ് ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ വരിക. 20-30% പലിശ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കുടുങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഡേറ്റ് മറക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ചില കാർഡുകളിൽ ഹിഡൻ ചാർജസ് ഉണ്ടാവാറുണ്ട്. ചില സർവീസുകളിലും പ്രൊഡക്റ്റുകളും മേടിക്കുന്ന സമയത്തും ഹിഡൻ ചാർജസ് ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിക്കുന്നതല്ല. അതുകൊണ്ട് സാമ്പത്തികപരമായി നഷ്ടമുണ്ടാവാനും സാധ്യതയേറെയാണ്. ക്രെഡിറ്റ് കാർഡിന് മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിക്കാനും സർവീസിനും ഒക്കെ ആയിട്ടാണ് ഈ കാർഡുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പണമായിട്ട് ATM മെഷീനിൽ പോയി പിൻവലിക്കുകയാണെങ്കിൽ നല്ല പലിശ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും ആ കാര്യത്തിന് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ പലിശയില്ലാത്ത ഒരു ലോണ് പോലെയാണല്ലോ ക്രെഡിറ്റ് കാർഡുകൾ. അതുകൊണ്ട് തന്നെ നമ്മളെ കൃത്യമായിട്ട് പൈസ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാവുന്നതായിട്ട് ചില വാർത്തകൾ കാണാറുണ്ട്. പക്ഷേ RBIയുടെ ഏറ്റവും പുതിയ റെഗുലേഷൻ ഉണ്ട്. അത് പ്രകാരം നമ്മളെയോ നമ്മുടെ ബന്ധുക്കളെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ എല്ലാം വിളിച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ RBIയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ക്രെഡിറ്റ് കാർഡുകളെല്ലാം കൃത്യസമയത്ത് ബില്ലടച്ച് നിലനിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സാരമായിട്ട് താഴേക്ക് പോകുന്നതാണ്. ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക അച്ചടക്കം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് എത്ര ലിമിറ്റ് വരെയുള്ളത് എടുക്കാം? ഇത് ശരിക്കും നമ്മൾ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ഈ കാർഡ് നമുക്ക് തരുന്നവരോ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
എങ്കിൽ പോലും ധാരാളം നമുക്ക് വലിയൊരു ഓഫറുള്ളൊരു കാർഡുണ്ട്, ധാരാളം റിവാർഡുകൾ അതിലുണ്ട്. അത് നോക്കി മാത്രം കാർഡുകൾ എടുക്കുന്നത് നല്ല തീരുമാനമല്ല എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ലോഞ്ചുകൾ, അതായത് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് വർഷത്തിൽ 6 എണ്ണം ഉണ്ട്. ഇൻ്റർനാഷണൽ ലോഞ്ചുകളും ഉണ്ട്, ഡൊമസ്റ്റിക് ലോഞ്ചുകളും ഉണ്ട്. എന്നാൽ നമ്മൾ ഫ്ലൈ ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ യാത്ര പോകുന്നേ ഇല്ല. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് അത്തരം കാർഡുകൾ എടുക്കുന്നത്? താരതമ്യേന റിവാർഡുകളും ഓഫറുകളും കൂടുതലുള്ള കാർഡുകൾക്ക് ആനുവൽ മെയിൻ്റനൻസ് ഫീയും കൂടുതലായിരിക്കും. അതായത് വർഷാവസാനം നമ്മൾ ഈ കാർഡ് മെയിൻ്റനൻസിനായിട്ട് ഒരു പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ പണം നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത റിവാർഡുകൾ തരുന്ന കാർഡുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള റിവാർഡുകളും ഓഫറുകളുമുള്ള കാർഡുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഏത് ടൈപ്പ് കാർഡാണ് നമുക്ക് വേണ്ടതെന്നും ഇതേ കാര്യം വെച്ച് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് ലിമിറ്റ് വേണ്ടത്, നമ്മൾ എത്രത്തോളം ചിലവഴിക്കും, ഈ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതനുസരിച്ച് കാർഡുകൾ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലിമിറ്റ് ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഉണ്ട്. അതുകൊണ്ട് ഓരോ മാസവും നമ്മൾ 1.5 ലക്ഷം രൂപ ചിലവഴിക്കും എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് അത് സൂചിപ്പിക്കുന്നത്. കൃത്യമായി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവർക്കാണ് ക്രെഡിറ്റ് കാർഡുകൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഏതാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ വിസ, മാസ്റ്റർ, റുപ്പേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലുള്ള പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഏതാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ചില കാർഡുകൾക്ക് കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ധാരാളം റിവാർഡുകളും ഓഫറും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാർഡ് എല്ലായിടത്ത് പോയാലും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ചില രാജ്യത്തും ചില സ്ഥലങ്ങളിലും ചില പ്രത്യേകം കാർഡുകൾ എടുക്കില്ല എന്ന് പ്രത്യേകമായി തന്നെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എവിടെയും ഉപയോഗമില്ലാത്ത ധാരാളം ഓഫറുള്ള കാർഡ് എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആനുവൽ മെയിൻ്റനൻസ് ഫീ വെറുതെ അടയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കാർഡുകൾ നോക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. പിന്നെ ഇതിനെല്ലാം പുറമെ വേറൊരു കാര്യമുണ്ട്. ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വർഷാവസാനം നല്ലൊരു പണം, അതായത് ആനുവൽ മെയിൻ്റനൻസ് ഫീ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. അതിന് ബുദ്ധിപരമായിട്ടുള്ള ചില കളികളുമുണ്ട്, കാര്യങ്ങളുമുണ്ട്. അത് ലീഗലായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതുമാണ്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യം ഒന്ന് കമൻ്റായിട്ട് എഴുതിയാൽ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ അത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന പുതിയ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതൂ. അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് പ്രായമായ ആളുകളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ബാങ്കിൽ നിന്ന് നിരന്തരമായിട്ട് ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുക്കാനാണ്, അവരുടെ കെണിയിൽ ഞാൻ വീണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. വാരി വലിച്ച് പണം ചിലവഴിക്കുന്ന ഒരാൾ, വേണ്ട വിധത്തിൽ കാർഡുകളൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾ ഇത്തരം കാർഡുകൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ന് എനിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി പഠിച്ച ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുക. സാമ്പത്തിക അച്ചടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.